ഇനിയിപ്പോ അങ്ങോട്ട് മഴക്കാലം അല്ലേ, എന്നാ പിന്നെ നേരത്തെ വിറകൊക്കെ ശേഖരിച്ച് വെക്കാന്ന് പറഞ്ഞ അമ്മ തേണ്ട ഏതാണ്ടൊക്കെ വെട്ടിപ്പൊളിച്ചൊക്കെ വെക്കുന്നുണ്ട്. അമ്മയുടെ വെട്ട് കണ്ടത് ചെയ്തോട്ട് എന്റെ അമ്മച്ചിയെ എന്ന് പറഞ്ഞൊരു ഒറ്റ ഓട്ടം വരുന്നു കേട്ടോ. ഇതിപ്പോ ജോലി ചെയ്തത് അമ്മയാണെങ്കിൽ ക്ഷീണം മൊത്തം എനിക്കായിരുന്നു. ഒരു പച്ചമുളക് എടുത്ത് കടിച്ചു തരുന്ന ഒരു ആവശ്യമില്ലായിരുന്നു. ശീതൂട്ടിയുടെ പുതിയ ഡ്രസ് ഇട്ടുന്ന സ്റ്റൈല് കാണിക്കാൻ പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അങ്ങനെ ഒരുവിധം അവളെ അവിടെ നിന്ന് എടുപ്പിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് ബിസ്മിയിലേക്കാണ്. ആയൂര് കുറച്ച് സാധനങ്ങൾ മേടിക്കൊണ്ടായിരുന്നു കേട്ടോ. 250 രൂപയ്ക്ക് അകത്തങ്ങാണ്ട് ഉള്ള ചെയ്തോട്ട് ഇട്ടേക്കുന്ന ഡ്രസ്സ് ലിങ്ക് കിട്ടുവാണെങ്കിൽ കൊടുത്തേക്കാവേ. ഞങ്ങൾ പിന്നെ കല്യാണത്തിന് പോയാലും അടിയന്തരത്തിന് പോയാലും ഈ കൂളിംഗ് ഗ്ലാസ് ഊരാറില്ല കേട്ടോ. ബിസ്മിയിൽ ചെന്നപാട് ദേണ്ടിരിക്കുന്ന ഷെഫിൽ ഒരു മുട്ടക്കാട്ട കൊഞ്ച്. ഞാൻ വിചാരിച്ചത് ഒറിജിനൽ ആണെന്ന്, സംഭവം അതല്ല, അതിന്റെ ഉണക്കലാണ് കേട്ടോ. ഞാനാണെങ്കിൽ കുറെ നാൾ കൊണ്ട് വിചാരിക്കുന്നു സാൾട്ടഡ് പീനട്ട് മേടിക്കണമെന്ന്. പിന്നെ ദേ അതൊരു പാക്കറ്റ് മേടിച്ചു. ഭയങ്കര ഉപ്പായിരുന്നു, എന്നാലും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മോൻ ചെന്നപാട് 18ാമത്തെ അടവ് മാറ്റി പിടിച്ച് 24ാമത്തെ അടവും കൈ പിടിച്ചോണ്ട് നിപ്പോണ്ട്. കാണുന്ന സാധനങ്ങൾ എല്ലാവരും വേണം കേട്ടോ. പിന്നെ നേരെ പോയത് മാമി പൊക്കോന്നല്ല കേട്ടോ, മാമി പൊക്ക എടുക്കാനാണ്. ഈ സാധനം ഞാൻ മേടിച്ച പൈസ ഉണ്ടായിരുന്നെങ്കിൽ ദൈവമേ എന്തോ ഒരു ഏത്തപ്പഴം മേടിച്ച് എനിക്ക് പുടിക്ക് തിന്നായിരുന്നു. അതിനുശേഷം വീട്ടിലൊന്ന് അമ്മ മീനും വെട്ടിക്കൊണ്ടിരുന്നപ്പോ അച്ഛൻ ദേ ഇനി നിങ്ങളുടെ കൂടെ ജീവിച്ചെനിക്ക് മതിയോ എന്ന് പറഞ്ഞിട്ടാണോ എന്നറിയാൻ വയ്യ ദേണ്ട ഒരു കയറും കൈ പിടിച്ചോണ്ട് വരുന്നു. അയ്യോ അച്ഛാ പോവല്ലേ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറയണം മാറിയില്ലോണ്ട് അങ്ങോട്ട് കൊല പഴിപ്പിക്കാൻ ചാക്കിലോട്ട് വെക്കിട്ടെന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അതല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ആർക്കും ഒരു ഉപകാരം ചെയ്യാൻ പാടില്ല.